ഇത് ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും 2 കളർ ഫെൽ ഷീറ്റ് എടുക്കുക. എന്നിട്ട് ഈ ഡയമെൻഷനിൽ നിങ്ങൾ 4 പീസായിട്ട് കട്ട് ചെയ്യണം. നമ്മൾ ഏറ്റവും പുറകിൽ വെക്കുന്ന ഈ 2 പീസസാണ് ആദ്യം ഒട്ടിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഫാബ്രിക് ഗ്ലൂ ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ഫെൽ ഷീറ്റ് ഒട്ടിക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു ഗ്ലൂ എടുക്കുക. നിങ്ങളുടെ കയ്യിലുള്ള കാർഡോ എന്തെങ്കിലും വെച്ച് വരച്ചിട്ട് വേണം നിങ്ങൾ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡിന് സ്പേസ് ഇല്ലാത്തൊരവസ്ഥയും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾക്ക് കാർഡ് ഹോൾഡറായിട്ട് ഉപയോഗിക്കാം, അതേപോലെ പൈസയൊക്കെ വെക്കാനും ഉപയോഗിക്കാം. ഇപ്പോൾ ഈ പാർട്ട് സെറ്റായി. ഇനി നമുക്ക് ഈ പീസസ് ഒട്ടിക്കാം. ഞാൻ പറഞ്ഞ പോലെ ഇതേപോലെ ഏതെങ്കിലും കാർഡ് എടുത്ത് വരച്ചിട്ട് വേണം വെക്കാൻ, ഒട്ടിക്കാൻ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കാർഡ് വെക്കുമ്പോൾ കുറച്ച് മുകളിലോട്ട് കയറ്റി വെച്ചിട്ട് വേണം വരക്കാൻ. അതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ കാർഡ് ഹോൾഡറിൽ നമ്മൾ വെക്കുമ്പോൾ ഏത് കാർഡാണ് ഇരിക്കുന്നതെന്ന് കാണാനാണ് അങ്ങനെ വെക്കുന്നത്. എല്ലാ പീസസിലും ഇതേപോലെ മെഷർ ചെയ്ത് വരച്ചിട്ട് വേണം ഗം അപ്ലൈ ചെയ്യാൻ. ഇപ്പോൾ ഇവിടെ ഒരു കാര്യം നോക്കുക, ഞാനിവിടെ വരച്ചത് പുറത്തെ സൈഡാണ്, നമ്മൾ ഒട്ടിക്കുന്നത് ഓപ്പോസിറ്റ് സൈഡാണ്, ഈ ബ്ലാക്ക് ഷീറ്റിൻ്റെത്. ഈ ഫെൽറ്റ് വാലറ്റ് ഈ ഇടയിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. സോ ഇതേപോലത്തെ വീഡിയോസൊക്കെ ഞാൻ ഇനിയും ഇടുന്നതാണ്. ഇപ്പോൾ ഇതാരെങ്കിലുമൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ നിങ്ങളുടെ ഏജോ നിങ്ങളുടെ ക്ലാസ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക. ഇനി നമ്മളിപ്പോൾ ഒട്ടിച്ചതെടുത്ത് നേരത്തെ ഒട്ടിച്ച് വെച്ച ഷീറ്റ്സിലേക്ക് ഒട്ടിച്ച് ഏകദേശം സെറ്റാകും. പക്ഷേ ഒരു DIY വൈബ് വരുത്താൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തുന്നിയെടുക്കുന്നുണ്ട്. വേണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഒഴിവാക്കാം. ഞാനിപ്പോൾ ബ്ലാങ്കറ്റ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അത് ഞാനിപ്പോൾ പറഞ്ഞു തരാം. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ കൊടുത്തേക്കാം. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ 2 റെഡ് ഷീറ്റ്സ് കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഷീറ്റിൽ നിന്ന് കുത്തി നിങ്ങൾ പുറത്തേക്ക് എടുക്കുക. ഇനി സെയിം സ്പോട്ടിൽ നിന്ന് പുറകിലത്തെ ഷീറ്റിൽ നിന്നും കൂടി പുറത്തേക്ക് എടുക്കുക. അപ്പോൾ നിങ്ങളുടെ നൂലൊരു സർക്കിൾ ഫോം ചെയ്യും. അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് വലിച്ചു കഴിഞ്ഞാൽ അത് ലോക്കാവും. ഈ സെയിം മെത്തേഡാണ് നിങ്ങൾ താഴത്തോട്ടും ചെയ്യേണ്ടത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ആ സർക്കിൾ ഫോം ചെയ്ത് ഉള്ളിൽ നിന്ന് വലിക്കുന്നതെന്ന്. പക്ഷേ ഫസ്റ്റ് ഞാൻ ലോക്ക് ചെയ്തത് വീഡിയോയിൽ കറക്റ്റ് മനസ്സിലാവില്ല, അതുകൊണ്ട് ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. എന്തായാലും നമ്മൾ ആദ്യമായിട്ടൊക്കെ തുന്നിയെടുക്കുമ്പോൾ എന്തായാലും ഒരു ഇംപെർഫെക്ഷൻ കാണും. ഇപ്പോൾ എൻ്റെയിലൊക്കെ ആണെങ്കിലും നല്ല രീതിക്ക് ഇംപെർഫെക്ഷൻ ഉണ്ട്. ഞാൻ എന്തായാലും ഈ അടുത്ത് തന്നെ എംബ്രോയിഡറിയുടെ നൂല് വെച്ച് ഒരു ഫെൽ വാലറ്റ് ഉണ്ടാക്കാം. അത് കുറച്ചും കൂടി ഭംഗി ഉണ്ടാകാൻ കാണാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഒന്നും കൂടി മനസ്സിലാവും. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെയാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. സോ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഫെൽറ്റിൽ തന്നെ വരച്ച് കട്ട് ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. ഇനി ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം. ഡെക്കറേറ്റും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫെൽ വാലറ്റ് കംപ്ലീറ്റ് ആവും. ഇതേപോലെ DIY എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.